നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഭിന്നശേഷിക്കാരൻ മരിച്ചു. തമിഴ്നാട് കൊടമംഗലം സ്വദേശി പരശുറാമാണ് മരിച്ചത്. കൊല്ലം ജോനകപ്പുറം ഹാർബറിലായിരുന്നു അപകടം. നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് വയറുകൾ മോഷ്ടിക്കുന്നതായി പരാതി. അഞ്ചലിൽ നിർമ്മാണം നടക്കുന്ന 2 വീടുകളിൽ നിന്നും വയർ മോഷ്ടിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. കാഴ്ചയുടെ വിരുന്നായി മലനട മലക്കുട മഹോത്സവം. കെട്ടുകാഴ്ചകളുടെ മലകയറ്റം കാണാൻ ആയിരങ്ങൾ. അലക്കട മഹോത്സവം സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറി. ഭിന്നശേഷിക്കാരൻ മരിച്ചു. തമിഴ്നാട് കൊടമംഗലം സ്വദേശി പരശുറാമാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി കൊല്ലം ജോനകപ്പുറം ഹാർബറിലായിരുന്നു അപകടം. ബൈക്ക് കയറിയിറങ്ങിയതിനെ തുടർന്ന് പരിക്കേറ്റ പരശുറാം ആശുപത്രിയിൽ എത്തും മുമ്പേ തന്നെ മരണമടഞ്ഞു. പരിക്കേറ്റ 9 പേരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരു സ്ത്രീയടക്കം 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബൈക്ക് ഓടിച്ചിരുന്ന പള്ളിത്തോട്ടം സ്വദേശി സിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിതമായി മദ്യപിച്ചാണ് ഇയാൾ ബൈക്ക് ഓടിച്ചിരുന്നതെന്നും സൂചനയുണ്ട്. കടുത്ത ചൂട് കാരണം രാത്രികാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികളടക്കം കടൽത്തീരത്തും മറ്റ് തുറസായ സ്ഥലങ്ങളിലുമാണ് കിടന്നുറങ്ങാറുള്ളത്. ஒரே முகமா வச்சு எல்லாம் வச்சுக்கலாம். அந்த பஸ் இருப்பாரு கரூர்காரரு, அவர் மட்டும் தனியா வந்து எங்களுக்கு காம்பவுண்ட்ல ஜீவ படுத்து இருந்தார். அவர் குட்டி பொறுக்கிறோம், மீன் வெள்ளத்துல மீன் வாங்க போவோம், இப்படி போவோம், இப்படி போய்கிட்டு இருந்தாங்க. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓച്ചിറയിൽ സ്ത്രീക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര പള്ളിക്കൽ സ്വദേശി സുകുമാരനെയാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് സ്വദേശി വിലാസിനിക്കാണ് ആസിഡ് ആക്രമണത്തിൽ പൊള്ളലേറ്റത്. ഓച്ചിറ പടനിലത്ത് ഭിക്ഷാടകർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് സ്ത്രീക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊട്ടാരക്കര പള്ളിക്കൽ കരിച്ചാൽ പുത്തൻവിള വീട്ടിൽ സുകുമാരനെയാണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കാരേറ്റ് പേടികുളം പുളിമാത്ത് ഇളങ്കത്തുവിളയിൽ വീട്ടിൽ വിലാസിനിക്കാണ് മുഖത്ത് പൊള്ളലേറ്റത്. വിലാസിനിയും സുകുമാരനും തമ്മിൽ ഭിക്ഷാടനം സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നെന്ന് പറയുന്നു. തന്നെ പടനിലത്ത് നിന്ന് പുറത്താക്കാൻ വിലാസിനി ശ്രമിക്കുന്നുവെന്ന സംശയത്തെ തുടർന്നാണ് സുകുമാരൻ അക്രമം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്ന ഇയാൾ റബ്ബർ ഉറയൊഴിക്കാനെടുക്കുന്ന ആസിഡാണ് ഉപയോഗിച്ചതെന്ന് കരുതുന്നു. ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ വി അജേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കരുനാഗപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. 34 വർഷമായി ഓച്ചിറയിൽ കഴിയുന്ന സുകുമാരനെ 2 അന്തേവാസികളെ മർദ്ദിച്ചതിനെ തുടർന്ന് 4 വർഷം മുമ്പ് പുറത്താക്കിയിരുന്നു. തുടർന്ന് ശുചീകരണ ജോലി ചെയ്തും പടനിലത്ത് ഭിക്ഷാടനം നടത്തിയുമാണ് ഇയാൾ കഴിഞ്ഞു വന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് വിളറി പിടിച്ച മോദി ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് RSP നേതാവും മുൻ MLAയുമായ A അസീസ്. ഇതിന്റെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും A അസീസ് പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇല്ലാത്ത ടാക്സ് പ്രശ്നം പറഞ്ഞ് AICCയുടെ കോടിക്കണക്കിന് രൂപ കണ്ടുകെട്ടിയതെന്ന് AA അസീസ് പറഞ്ഞു. SBI ഇലക്ട്രൽ ബോണ്ട് കണക്കുകൾ വെളിപ്പെടുത്തിയ നേരത്തെ തന്നെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെല്ലാം ജനം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ പകരം ചോദിച്ചതായി മോദി മനസ്സിലാക്കുമെന്നും അസീസ് പറഞ്ഞു. UDFന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം നഗരത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AA അസീസ്. ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്ര ഗവൺമെന്റ് ED എന്ന് പറയുന്ന ആളുകൾ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യമാണ്? അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം തന്നെ ഇല്ലാതാകും, മതേതരത്വം ഇല്ലാതാകും. D ഗീതാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S ബിന്ദുകൃഷ്ണ, KPCC ജനറൽ സെക്രട്ടറി MM നസീർ, TK സജീവ് കുമാർ, ഈച്ചംവീട്ടിൽ നയാസ് മുഹമ്മദ്, നാഫി വേളിക്കാട്, പ്രാക്കുളം സുരേഷ്, മീര റാണി, KM റഷീദ്, സന്തോഷ് ഉളിയക്കോവിൽ, GK പിള്ള, AK സാബ്ജാൻ, രഞ്ജിത്ത് കലുങ്കുമുഖം, കുരിപ്പുഴ യഹിയ, ചിറാശ്ശേരിൽ പത്മകുമാർ, രാജേഷ് കുമാർ KG, ബിജു മതേതര, കടപ്പാൽ മോഹനൻ, ഗ്രേസി, എഡ്ഗർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് വയറുകൾ വൻതോതിൽ മോഷ്ടിച്ച് കടത്തുന്നതായി പരാതി. അഞ്ചൽ അലയമൺ പോസ്റ്റ് ഓഫീസിന് സമീപം നിർമ്മാണം നടക്കുന്ന 2 വീടുകളിൽ നിന്നും 2 ലക്ഷത്തോളം രൂപയുടെ വയറുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷ്ടിച്ച് കടത്തിയത്. ഇലക്ട്രിക് വയറുകൾ മോഷണം പോയ സംഭവത്തിൽ വീട്ടുടമകൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. മോഷ്ടിച്ച് കടത്തുന്ന വയറുകൾ ആക്രിക്കടകളിൽ വിൽക്കുന്നതാണ് മോഷ്ടാക്കളുടെ രീതിയെന്ന് പറയുന്നു. ഇതിന്റെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞ് കിടന്നതാണ്. ഇപ്പോൾ വയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ DB ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ലെങ്ത്തിന് വയർ ഇട്ടിരുന്നതാണ്. ആ വയർ കംപ്ലീറ്റ് ഏതോ സാമൂഹ്യ വിരുദ്ധന്മാർ കയറിയിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ട് പോയി. നമ്മുടെ ഈ സൈറ്റിലും അത്യാവശ്യം ഈ DB നിറച്ച വയറായിരുന്നു. ഈ ലെങ്ത് കംപ്ലീറ്റ് ഇട്ടിരുന്ന വയറുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പുറത്തെ ഒരു സൈറ്റിലും ഇതേ സംഭവം തന്നെ. അതായത് ഇവിടെ കയറിയിട്ടാണോ എന്നറിയില്ല, നേരെ അവിടെ പോയിട്ട് ആ സൈറ്റിലേക്ക് കംപ്ലീറ്റ് ഇട്ടുന്ന വയറുകൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റിയേക്കുകയാണ്. ഈ തുച്ഛമായ കോപ്പറിന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ലൂപ്പ് ചെയ്തിരുന്നത്. ഈ DB നിറച്ച വയറായിരുന്നു. ഇപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സൈറ്റിൽ മാത്രം ഒരു 50,000 രൂപയുടെ നഷ്ടമുണ്ട്. പക്ഷെ അപ്പുറത്തെ വീടെന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയൊരു വീടാണ്. അപ്പൊ ഇതിൽ കൂടുതൽ പൈസയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അവരുടെ DBന്ന് വയർ എടുത്തിട്ടില്ല, പക്ഷെ അല്ലാതെ സ്വിച്ച് ബോർഡുകളിൽ നിന്നെല്ലാം കംപ്ലീറ്റ് വയർ ഊരി എടുത്തേക്കാണ്. സംഭവത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനാണ് അഞ്ചൽ പോലീസിന്റെ ശ്രമം. നേരത്തെയും അഞ്ചലിലും പരിസരത്തും സമാനമായ രീതിയിൽ പണി പൂർത്തിയായി വരുന്ന വീടുകളിൽ നിന്നും ഇലക്ട്രിക് വയറുകൾ മോഷണം പോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്ത പ്രതി പിടിയിൽ. തഴവ കടത്തൂർ കൊച്ചുവീട്ടിൽ തെക്കതിൽ അബ്ദുൾ മനാഫാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. പുതിയകാവ് TB ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അബ്ദുൾ മനാഫ് ഹെൽമറ്റ് ഇല്ലാതെ 2 വീലർ ഓടിച്ചു പോയത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഫോട്ടോ എടുത്തു. തുടർന്ന് ഇയാൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടയുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു. പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന് സമാപനമായി. വിവിധ കരകളുടെ നെടുംകുതിരകളും ചെറുതും വലുതുമായ 100 കണക്കിന് നന്ദികേശ് രൂപങ്ങളും ഇടയ്ക്കാട് തനത് കരയുടെ മലയപ്പൂപ്പൻ അകമ്പടിക്കാളയും മല കയറിയത് കാണികളിൽ വിസ്മയ കാഴ്ച തീർത്തു. മലനടക്കുന്നും വെൺകുളം പാടശേഖരവും കൈയടക്കി നിന്ന 10,000ങ്ങളെ സാക്ഷിയാക്കി ഭക്തിയുടെ കരഘോഷങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ നടന്ന കെട്ടുകാഴ്ചയോടെ പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന് സമാപനമായി. പനപ്പെട്ടി, കമ്പലടി, അമ്പലത്തുംഭാഗം, പള്ളിമുറി, നടുവിലെമുറി, വടക്കേമുറി എന്നീ കരകളിൽ നിന്ന് കെട്ടി അലങ്കരിച്ചെത്തിയ പടുകൂറ്റൻ നെടുംകുതിരയും ഇടയ്ക്കാട് തനത് കരയിൽ നിന്നും മലയപ്പൂപ്പന്റെ അകമ്പടിക്കാളയും കാണികളെ ആനന്ദ തിമിർപ്പിലാണ് കാഴ്ചയൊരുക്കിയത്. ഒരു ഗ്രാമത്തിൻ്റെയാകെ പൈതൃകവും ഭക്തിയും സംസ്കാരവും സമൃദ്ധിയും വിളംബരം ചെയ്യുന്നതായി മാറിയിരുന്നു കെട്ടുത്സവം. ദ്രാവിഡാചാര പെരുമയിൽ മലയപ്പൂപ്പന്റെ പ്രതിപുരുഷൻ മുഖ്യ ഊരാളി കച്ചകെട്ടി മലതുള്ളി വെൺകുളം പാടശേഖരത്തെ മുരവ് കണ്ടത്തിൽ അണിനിരന്ന നന്ദികേശ രൂപങ്ങളും കര വിളിച്ചറിയിച്ച് നിരന്നു നിന്ന കൂറ്റൻ നെടും കുതിരകളും ദർശിച്ച് ഉരുക്കളെ അനുഗ്രഹിച്ച് തുടർന്ന് ഓരോന്നായി മല കയറിയത് ദർശിക്കാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും എത്തിച്ചേർന്ന 10,000ങ്ങൾക്ക് വിസ്മയ കാഴ്ചയായിരുന്നു. അരുവികളും തോടുകളും വിശാലമായ പാടശേഖരവും ഒത്തിണങ്ങിയ പോരുവഴിയിൽ ദ്രാവിഡാചാരപ്രകാരം പൂജാകർമ്മങ്ങളാൽ മുഖരിതമാകുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട. ഒരു പ്രദേശത്തിൻ്റെയാകെ ആനന്ദത്തിൽ ആറാടിച്ച് നടന്ന മലക്കുട മഹോത്സവത്തിന് സമാപിച്ചു എങ്കിലും ഉത്സവത്തിനേറിയ കൊടിയിറക്ക് 29-ന് നടക്കും. മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കൊടിയേറി 2ാം വെള്ളിയാഴ്ച ഉത്സവം നടത്തി 3ാം വെള്ളിയാഴ്ച കൊടി ഇറങ്ങുന്നതാണ് മലനടയിലെ ആചാരം. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ പാർട്ടിസിപ്പേഷൻ സംഘം കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ സന്ദർശനം നടത്തി. പുതുതലമുറയെ സമ്മതിദാന അവകാശ വിനിയോഗത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. പരമാവധി പേരെ വോട്ട് രേഖപ്പെടുത്താൻ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സീപ്പിനുള്ളത്. 5 എന്നാണ് പറഞ്ഞത്, അതല്ല കേട്ടോ. പക്ഷെ എന്നാലും കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് വന്നില്ലേ? ഒരു കൈയ്യടി എടുക്കാമോ? ഒരു കൈയ്യടി എടുക്കണം കേട്ടോ. വോട്ട് ചെയ്യുന്നതിനൊപ്പം വോട്ട് ചെയ്യണമെന്ന സന്ദേശം എല്ലായിടത്തേക്കും എത്തിക്കുന്നതിന് അനുയോജ്യരാണ് ചെറുപ്പക്കാരെന്ന നിലയ്ക്കാണ് സ്വീപ്പ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഫ്ലാഷ് മോബിന്റെ കൗതുകത്തോടെയാണ് കോളേജിലെ പരിപാടികൾക്ക് തുടക്കമായത്. ശ്രീകരിയല്ലേ, സാതോദരി ശ്രീ പാർവതി സാംബവിയല്ലേ, സുസ്മിതയല്ലേ, സൗമിനിയല്ലേ, ശ്രീമന്തിനി സിന്ദൂരിനി സുന്ദരിയല്ലേ. ും
പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പ്രശ്നോത്തരി വിദഗ്ധരെത്തി. ക്യാമ്പസിലാകെ ചോദ്യശരങ്ങളായി. പിന്നീട് ഭരണഘടനയും വോട്ട് ചരിത്രവുമൊക്കെ തിരിച്ചറിയാനാണ് അവസരമൊരുക്കിയത്. ക്വിസിന്റെ സമാപനത്തിനിടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ദൃഢനിശ്ചയത്തിലായി കുട്ടികൾ. ഇത് തന്നെയാണ് ബോധവൽക്കരണത്തിന്റെ വിജയമെന്ന് നേതൃത്വം നൽകിയ സ്വീപ് നോഡൽ ഓഫീസർ വി സുന്ദരേശൻ വ്യക്തമാക്കി. ഈ മാസം 26 വരെ നഗര പരിധിയിലെ കോളേജുകളിൽ സ്വീപ്പിന്റെ സമാന പരിപാടികൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. NDA കായംകുളം നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സെക്രട്ടറി R. രാജീവ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മൂന്നാം മോദി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണെന്നും രാജീവ് പ്രസാദ് പറഞ്ഞു. കരുനാഗപ്പള്ളി മുതൽ ആരൂർ വരെ വികസന മുരടിപ്പാണ് ഇരുമുന്നണികളും സമ്മാനിച്ചതെന്ന് NDA നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP സംസ്ഥാന സെക്രട്ടറി R. രാജീവ് പ്രസാദ് കുറ്റപ്പെടുത്തി. പ്രതിപക്ഷത്തിരിക്കുന്ന MPയല്ല, ഭരണനിർവഹണം നടത്തുന്ന വനിതാ കേന്ദ്രമന്ത്രിയെയാണ് ആലപ്പുഴയ്ക്ക് ആവശ്യമെന്നും അവർ പറഞ്ഞു. നമുക്കറിയാം, മാലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ കേരളത്തിന്റെ മന്ത്രിമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി കഥകൾ നമുക്കറിയാം. വികസന പദ്ധതി അവരുടെ പ്രകടന പത്രികയിൽ വളരെ നീണ്ട ഒരു ലിസ്റ്റാണ് തന്നിരുന്നത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്തൊരു ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതുകൂടാതെ തന്നെ നടപ്പിലാക്കിയ പദ്ധതികളിലെല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിയോജക മണ്ഡലം ഇൻചാർജ് VS ജിതിൻദേവ് അധ്യക്ഷത വഹിച്ചു. അതേപോലെ തന്നെ ഇവിടെ മത്സരിച്ച് വിജയിച്ച് 2 പ്രാവശ്യം UDFന്റെയും LDFന്റെയും ആ 2 പാർലമെന്റ് അംഗങ്ങളും കഴിഞ്ഞ 2 തവണ മത്സരിച്ച് വിജയിച്ച് ഈ പാർലമെന്റിനെ പ്രതിനിധീകരിച്ച് പോയതാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു 10 വർഷക്കാലത്തെയും 5 വർഷക്കാലത്തെയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരു MP ആയിട്ട് ആലപ്പുഴ പാർലമെന്റിൽ ചെയ്ത സംഭാവനകളെ പറ്റിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കളല്ല, ഈ ആലപ്പുഴ പാർലമെന്റിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള 2 സ്ഥാനാർത്ഥികളാണ്. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ മുഖ്യപ്രഭാഷണം നടത്തി. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് K. സോമൻ, മണ്ഡലം പ്രസിഡന്റുമാരായ കൃഷ്ണകുമാർ രാംദാസ്, മോനിഷ മോഹൻ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ, പാലമുറ്റത്ത് വിജയകുമാർ, മഠത്തിൽ ബിജു, പ്രണവം ശ്രീകുമാർ, ദേവാനന്ദ്, PS ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ലോക ജലദിനത്തിൽ കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെയും ഹയാത്ത് ഏജൻസിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മയ്യനാട് പുല്ലിച്ചിറ ലിറ്റിൽ ഫ്ലവർ വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ലൈബ്രറിക്ക് വാട്ടർ പ്യൂരിഫയർ നൽകി. ഫലവൃക്ഷ തൈകളും ഇതോടൊപ്പം വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് സോഫിയ ഹാരിസൺ സ്വാഗതം പറഞ്ഞു. B. സുകുമാരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ്, അൻവർ ഹയാത്ത്, സാമൂഹ്യ പ്രവർത്തകൻ മുഖത്തല സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഈ തരത്തിൽ കേരളം മാറ്റിയെടുത്തതിൽ ഇപ്പോഴും അത് സംരക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് ലൈബ്രറി പ്രസ്ഥാനങ്ങളാണ്. തീർച്ചയായും അതിന്റെ വളർച്ചയ്ക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു വനിതാ ലൈബ്രറിയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വനിതകൾ നേതൃത്വം കൊടുക്കുന്ന ലൈബ്രറി വനിതാ ലൈബ്രറിയായി എന്റെ മണ്ഡലത്തിൽ 1 മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ്. ലോക വനദിനാചരണത്തിന്റെ ഭാഗമായി ഫലവൃക്ഷ തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഇപ്പോൾ ഒരു ഫാൻ ഇല്ലാതെ ഈ ടെറസുള്ള വീടിനകത്തൊക്കെ എങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കും? ചൂട് കാരണം മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അതേസമയം ഒരു മരങ്ങളൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ആ തണുപ്പൊക്കെ കിട്ടുന്ന അവസ്ഥയാണ്. അപ്പം ഈ വൃക്ഷങ്ങളെയും നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ അതും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ. ഇപ്പം ജലവും ഇല്ല, വെള്ളം ഒഴിക്കാതെ എല്ലാം കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ക്ലബ് സെക്രട്ടറി ആശാ സന്തോഷ് നന്ദി പറഞ്ഞു. ലൈബ്രറി വൈസ് പ്രസിഡന്റ് നിഷി സ്റ്റുവർട്ട്, ജോയിന്റ് സെക്രട്ടറി കോളിൻ സിറിൽ, ലൈബ്രറിയൻ ജാസ്മിൻ, വനിതാവേദി പ്രസിഡന്റ് പ്രിയ അനി, സെക്രട്ടറി ഷെറിൻ ആൻഡ്രൂസ് എന്നിവരോടൊപ്പം റോട്ടറി ഭാരവാഹികൾ, പൊതുജനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഹാർട്ട് ബീറ്റ്സ് ഗായകൻ രാജൻ കൈനോസിന്റെ നേതൃത്വത്തിൽ തുടർന്ന് സംഗീത വിരുന്നും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. പ്രധാന വാർത്തകൾ വീണ്ടും.
ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ഭിന്നശേഷിക്കാരൻ മരിച്ചു. തമിഴ്നാട് കൊടമംഗലം സ്വദേശി പരശുറാമാണ് മരിച്ചത്. കൊല്ലം ജോനകപ്പുറം ഹാർബറിലായിരുന്നു അപകടം. നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് വയറുകൾ മോഷ്ടിക്കുന്നതായി പരാതി. അഞ്ചലിൽ നിർമ്മാണം നടക്കുന്ന 2 വീടുകളിൽ നിന്നും വയർ മോഷ്ടിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം. കാഴ്ചയുടെ വിരുന്നായി മലനട മലക്കുട മഹോത്സവം. കെട്ടുകാഴ്ചകളുടെ മലകയറ്റം കാണാൻ ആയിരങ്ങൾ. മലക്കട മഹോത്സവം സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.